സോ ഹലോ എവരിവൺ, വെൽക്കം ടു റഹൽസ് അക്കാഡമി. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിലയബിലിറ്റി. കഴിഞ്ഞ 3 വർഷം ഒട്ടുമിക്ക എല്ലാ എക്സാമിനും, കഴിഞ്ഞ 3 വർഷം എന്നല്ല, കഴിഞ്ഞ 3 വർഷം ചോദിക്കാൻ കാരണം വെച്ചാൽ റീസൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നുള്ളൊരു അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഒട്ടുമിക്ക എല്ലാ എക്സാമിനേഷനിലും റിലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം പൊതുവെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി, ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലയബിലിറ്റി ആണ്. അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ടൈപ്സ് ഓഫ് റിലയബിലിറ്റീസിൽ ഡിഫറെന്റ് സെറ്റ് ഓഫ് ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, എനിവേ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ് റിലയബിലിറ്റി? റിലയബിലിറ്റിയുടെ ഒരുപാട് തിയറട്ടിക്കൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അതിലില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ക്ലാസ് കേൾക്കുന്ന പല ആളുകളുണ്ടാവും, ചിലപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ബേസിക്സിൽ വരുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊക്കെ പിന്നെ നമ്മുടെ അമ്മയോ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വൈഫില്ല, കേൾക്കുന്ന വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫോ ഒരു ദിവസം ഒരു ഫുഡ് കുക്ക് ചെയ്യാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിവിടെ സാമ്പാർ എടുക്കാം. നമുക്ക് എല്ലാവർക്കും നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് സാമ്പാർ. ചിലപ്പം ഇന്നാക്കുന്ന സാമ്പാർ അടിപൊളിയായിരിക്കും, അല്ലെ? 9 ഔട്ട് ഓഫ് 10 കൊടുക്കും. നാളെ ആക്കിയ സാമ്പാർ കഴിക്കുന്ന സമയത്ത് ചിലപ്പം നമുക്ക് എല്ലാവരും, ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് കേട്ടിട്ട് വലിയ ഒരു പരിചയം ഉണ്ടാവും, അല്ലെ? ഇന്നലെ ആക്കിയ അത്ര പോരാ, ഒരു 7 to 10 ആ സാമ്പാറിന് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേ ആക്കുമ്പോൾ എന്ത് പറയും? ഇന്ന് അടിപൊളിയാട്ടോ, ഇന്നലത്തെ പോലെ കൊളായിട്ടില്ല, ഇന്നെന്താണ്, അടിപൊളിയാണ്. ഓക്കെ, ഇത് കേൾക്കുന്ന ആളുകളോട് പറയല്ലേ, കിട്ടുന്നത് കഴിച്ചിട്ട് പോയിക്കോളൂ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ബട്ട് ഈവൻ ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം കേട്ടോ. സാമ്പാർ എല്ലാവർക്കും ആക്കാം, സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല. സോ എനിവേ, അപ്പം ഇതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുമില്ല, അതായത് റിസൾട്ടിന്റെ കൺസിസ്റ്റൻസി ഓരോ ദിവസവും ഡിഫറെന്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റിലയബിലിറ്റി കുറവ് എന്നാണ്. ഇനി എല്ലാ ദിവസവും സെയിം ടേസ്റ്റിലുള്ള സാമ്പാറാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ റിലയബിലിറ്റി കൂടുതലാണ്. ഇതാണ് ബേസിക് ആയിട്ട് അതിന്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. അതായത് ഒരു സെയിം റിസൾട്ട് തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഏത് നിമിഷമാണോ ആ ഒരു ടെസ്റ്റ് നടത്തുന്നത്, അപ്പോൾ ഒക്കെ എന്താണ്, ഒരു സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൂളിന്റെ റിലയബിലിറ്റി എന്താണ്, കൂടുതലാണ് എന്നാണ് പറയാം. ഇനി ഇതിനെ കുറച്ചും കൂടി ഒരു ഹയർ ഓർഡർ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലാസ് റൂം, ഓക്കെ, അവിടെ 10 കുട്ടികൾ അവിടെ ഒരു എക്സാം നടക്കുകയാണ്. ആ എക്സാമിന്റെ ആൻസർ ഷീറ്റ് 2 അധ്യാപകർക്ക് കൊടുക്കുകയാണ്. ഒരു അധ്യാപകന്റെ പേര് എ, ഒരു അധ്യാപകന്റെ പേര് ബി. 10 കുട്ടികളെ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്തു. എ എന്ന് പറഞ്ഞ അധ്യാപകന് ടോട്ടൽ മാർക്ക്, ഈ 10 കുട്ടികളുടെയൊക്കെ മൊത്തം കൂട്ടിയപ്പോൾ ടോട്ടൽ മാർക്ക് എത്ര കിട്ടി? 800 കിട്ടി. രണ്ടാമത്തെ അധ്യാപകനും എന്ത് ചെയ്തു? 10 കുട്ടികളുടെ മാർക്ക് ചെയ്തു. ആ അധ്യാപകൻ എന്ത് കിട്ടി? 790 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണ്? റിലയബിൾ ആണ്. കാരണം എത്രയൊക്കെ അധ്യാപകന്മാർ വന്നിട്ടും ആ ഒരു പേപ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ മാർക്കിന്റെ കുറച്ച് അടുത്തോ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണ്? റിലയബിൾ ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസർച്ചിൽ നമ്മൾ ഒരുപാട് ടൂൾസുകൾ ഉപയോഗിക്കും. ആ ടൂൾസുകളൊക്കെ ആ സെയിം പോപ്പുലേഷനിൽ വീണ്ടും വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെയിം റിസൾട്ട് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ടൂള് റിലയബിൾ ആണെന്ന് നമുക്ക് പറയാം. അണ്ടർസ്റ്റുഡ്? വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഒന്നുമില്ല, ഇതാണ് ഈ സംഭവം. ഓക്കെ, അത് ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ സാമ്പാറിനാണ്. കാരണം നമുക്ക് അല്ലെ, എക്സാമ്പിൾസ് ഒക്കെ എപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നുള്ളതാണ്. എന്നെ പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് ഓവർ ടൈം. എത്ര കണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ റിസൾട്ട് എന്തായിരിക്കും? എപ്പോഴും സെയിം ആവുമ്പം അതിന്റെ അർത്ഥം എന്താണ്? റിലയബിലിറ്റി കൂടുതലാണ്. നമ്മൾ ഓരോ തവണ ട്രൈ ചെയ്യുമ്പോഴും റിസൾട്ടിൽ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ റിലയബിലിറ്റി കുറവാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പ്രൊഡ്യൂസസ് സിമിലർ ഔട്ട്കംസ് വെൻ റിപ്പീറ്റഡ്. ഓക്കെ, അതായത് നമ്മളെ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഔട്ട്കം വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഡു ഹാവ് എ റിലയബിലിറ്റി. ക്ലിയർ? മെഷർമെന്റ്സ് ആർ സ്റ്റേബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ, അല്ലെ? അതായത് ഒരു മെഷർമെന്റ് ടൂള് എന്താണ്, ഇപ്പൊ ഇവിടെ ഒരു മെഷർമെന്റ് വന്നുകൊണ്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം വെയിറ്റ് നോക്കുന്ന ഒരു മെഷീൻ, നമ്മൾ ഭക്ഷണം ഇൻടേക്കോ ഔട്ടേക്കോ ഒന്നും നടക്കുന്നില്ല, നമ്മുടെ ബോഡി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു തവണ വെയിറ്റ് നോക്കിയപ്പോൾ 60, രണ്ടാമത് തവണ വെയിറ്റ് നോക്കിയപ്പോൾ 60, മൂന്നാമത് വെയിറ്റ് നോക്കുമ്പോൾ 60. അതിനർത്ഥം എന്താണ്? ആ മെഷീൻ എന്താണ്, ആ മെഷർമെന്റ് ടൂൾ എന്താണ്?
റിലയബിൾ ആണ്, സ്റ്റേബിൾ ആണ്, കൺസിസ്റ്റന്റ് ആണ് റിസൾട്ട്. എത്ര തവണ ട്രൈ ചെയ്യുമ്പോൾ 60 തന്നെ കാണിക്കുന്നത്. ഇനി അതല്ല, ഞാൻ വെയിറ്റ് നോക്കി ഒരു 5 മിനിറ്റ് നോക്കുമ്പോൾ 60 65 പിന്നെ നോക്കുമ്പോൾ 55 മെഷർമെന്റ് ടൂൾ എന്തെല്ലാം റിലയബിൾ അല്ല. അണ്ടർസ്റ്റുഡ്? ഇറ്റ് റെഡ്യൂസസ് റാൻഡം എറേഴ്സ്. ഓക്കെ, അതായത് നല്ല ഒരു റിലയബിലിറ്റി ഉള്ള ഒരു മെഷർമെന്റ് ടൂൾ എന്താണ്, റാൻഡം ആയിട്ടുള്ള എറേഴ്സ് ഒക്കെ മൊത്തത്തിൽ ഇല്ലാതാക്കും. എറേഴ്സിനുള്ള സാധ്യത വളരെ എന്താണ്, കുറവായിരിക്കും. ഓക്കെ, ഇൻക്രീസസ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഫൈൻഡിങ്സ് അല്ലെ. ആ ഒരു മെഷർമെന്റ് ടൂൾ വെച്ചിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെ. അതായത് ഇപ്പോൾ ഈ 60 kg ഈ ഒരു മെഷീന് നമ്മൾ 3 തവണ ട്രൈ ചെയ്തപ്പോൾ 60 വന്നു. അപ്പൊ നമുക്ക് ആ ഒരു മെഷീനിൽ ഇനി എന്തൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും, ഭയങ്കര വിശ്വാസം ഉണ്ടാകും. ഓക്കെ, ഈ മെഷീൻ എന്താണ്, പറ്റിക്കില്ല, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇനി അതേ സമയത്ത് പിന്നെ എന്താണ് 60 ഉള്ളത് 55 65 കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസ കുറവുണ്ടാവില്ല ഒരു മെഷർമെന്റ് ടൂളിനോട്. അതാണ് ഇൻക്രീസ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രീസ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വളരെ ബേസിക് ആയിട്ട് റിലയബിലിറ്റി എന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മെഷർമെന്റ് ടൂളിന്റെ സ്റ്റെബിലിറ്റിയും അതിന്റെ ഡിപ്പെൻഡബിലിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഔട്ട്കം റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ്, സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ, ആ മെഷർമെന്റ് ടൂൾ എന്താണ്, റിലയബിൾ ആണ്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? വേറെ ഒന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ വളരെ ബേസിക് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫൈൻ. ഇനി എന്താണ് ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ആട്ടോ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ഉണ്ട്. അതിലെ ഫസ്റ്റ് റിലയബിലിറ്റി ആണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ഞാൻ ആദ്യം തന്നെ സാമ്പാർ എടുത്തുകൊണ്ട് തന്നെ, ഒട്ടുമിക്ക ആളുകൾക്കും സാമ്പാർ വളരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ ആ ഒരു എക്സാമ്പിൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ എന്ത് ചെയ്യാം, ഇനി എല്ലാ ടൈപ്സും പഠിക്കാം. അപ്പൊ എന്താവും, കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഡെഫിനിഷനിലേക്കൊന്നും വരില്ല, ഡയറക്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. അതായത് ഇഫ് ടേസ്റ്റ് ചേഞ്ചസ്, ഗുഡ് ടുഡേ ബാഡ് ടുമോറോ, ലോ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. അതായത് നമ്മൾ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കി, ഇന്നെന്തായിരുന്നു, അടിപൊളിയായിരുന്നു, നാളെ എന്തായിരുന്നു, മോശമായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി കുറവാണെന്നുള്ളതാണ്. അതായത് ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയുമ്പം ഇന്ന് എന്ത് ചെയ്തു, ടുഡേ ടെസ്റ്റ് ചെയ്തു സാമ്പാർ ഉണ്ടാക്കാനും വേണ്ടി, നല്ല സാമ്പാർ, അതേ ഇൻഗ്രീഡിയൻസ് നാളെ യൂസ് ചെയ്തു, എന്തായി, അവിടെ നെഗറ്റീവായി, അല്ലെങ്കിൽ അതെന്തായി, ബാഡായി, സാമ്പാർ മോശമായി. മറ്റന്നാൾ നോക്കിയപ്പോഴോ നല്ല സാമ്പാറായി, അതിന്റെ അപ്പുറം നെക്സ്റ്റ് നോക്കിയപ്പോൾ അത് മോശമായി. അതായത് ടെസ്റ്റ് വീണ്ടും വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിലയബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് വരാം. മെഷർ ദി കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് ഓവർ ടൈം. ഓക്കെ, അതായത് ഈ നമ്മുടെ മെഷർമെന്റിന്റെ കൺസിസ്റ്റൻസി ഓരോ സമയത്തും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഒരു ടെസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസൾട്ടിൽ വേരിയേഷൻ വരുമ്പോൾ അതിന്റെ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി കുറവ് എന്നതിന്റെ അർത്ഥം. ഓക്കെ, സെയിം ടെസ്റ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ടു ദി സെയിം ഗ്രൂപ്പ് ട്വൈസ്. ഓക്കെ, അതായത് സെയിം ഗ്രൂപ്പ് ട്വൈസിലേക്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ സാമ്പാറാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇന്നലെ കഴിച്ച ആൾക്ക് തന്നെയാണ് നമ്മൾ ഇന്നും കൊടുക്കുന്നത്. അപ്പൊ ഇന്നലെ കഴിച്ച ആള് 9 ഔട്ട് ഓഫ് 10 പറഞ്ഞിട്ട് ഇന്ന് കഴിക്കുന്ന ആൾ എന്ത് പറയാണ്, 7 ഔട്ട് ഓഫ് 10 പറയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ റിസൾട്ട് മാറി അല്ലെ. ഇന്നലെ കഴിച്ച ആൾ ഇന്നലെ കഴിച്ച അതേ ആൾ തന്നെ ഇന്ന് കഴിക്കുമ്പോൾ എന്താണ്, അതിന്റെ സാമ്പാറിന്റെ മാർക്ക് കുറഞ്ഞു വരികയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സെയിം ഗ്രൂപ്പിലേക്ക് നമ്മൾ 2 തവണ, ഇതിവിടെ സെയിം വ്യക്തിയിലേക്ക് ഇന്നലെയും ഇന്നും നമ്മൾ സെയിം സാമ്പാർ കൊടുത്തപ്പോൾ റിസൾട്ടിൽ വേരിയേഷൻ വന്നു. ദാറ്റ് മീൻസ് റിലയബിലിറ്റി ഇസ് ലോ. ഓക്കെ, കണ്ടക്ടഡ് ആഫ്റ്റർ എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടെസ്റ്റ്. ഓക്കെ, പൊതുവെ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി നടത്തുക എന്താണ്, ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ഇന്നലെ എന്നുള്ളതല്ല, അത് ചിലപ്പോൾ 1 വീക്ക് ആയിരിക്കാം, 1 മന്ത് ആയിരിക്കാം, XYZ ആയിരിക്കാം. ഓക്കെ, ഹൈ സിമിലാരിറ്റി ഇൻ സ്കോർസ് ഇൻഡിക്കേറ്റ്സ് ഹൈ റിലയബിലിറ്റി. ഓക്കെ, സിമിലാരിറ്റി സ്കോർ എന്ന് പറയുമ്പോൾ ഇന്നലെ ആക്കിയ സാമ്പാർ 9-10 ആയിരുന്നു, ഇന്നാക്കിയത് 8-10 ആയിരുന്നു, ഒരു 1 അങ്ങോട്ടും ഇങ്ങോട്ടും ആവിടും. അതൊന്നും നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ബേസിക് ഹ്യൂമൻ എറേഴ്സ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫൈൻ. യാ, അപ്പൊ എന്താണ്, അപ്പൊ സിമിലാരിറ്റി സ്കോർ ഹയർ ആകുമ്പോൾ, സിമിലർ എന്ന് പറയുമ്പോൾ ഇപ്പൊ 9-8 ആകുന്ന സമയത്ത് ഓൾമോസ്റ്റ് അടുപ്പിച്ചിട്ട് എത്തിയല്ലേ, അതിന്റെ അർത്ഥം എന്താണ്, ഇറ്റ് ഡു ഹാവ് ഹൈ റിലയബിലിറ്റി. ഓക്കെ, പിന്നെന്താണ്, എൻഷുർ സ്റ്റെബിലിറ്റി ഓഫ് ദ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അതായത് നമ്മളെ ഈ പറയുന്ന ഈ ഓരോ ദിവസവും അതിന്റെ ടെസ്റ്റ് റീടെസ്റ്റ് നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട് സിമിലർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാമ്പാർ ആക്കുന്ന ആളെന്താണ്, ആള് സൂപ്പറാണ്, അടിപൊളിയാണ്, ആൾക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാം. ഓക്കെ, ഇതാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, വലിയ സംഭവം ഒന്നല്ല. ടെസ്റ്റ് തന്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാണ്.
ഇന്ന് ടെസ്റ്റ് ചെയ്ത് ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത് മറ്റന്നാൾ ടെസ്റ്റ്, അപ്പൊ ടെസ്റ്റ് റീടെസ്റ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അത് സെയിം ഗ്രൂപ്പിലായിരിക്കും അല്ലേ, സെയിം ഗ്രൂപ്പിൽ തന്നെ ഇന്നും നടത്തുകയാണ് നാളെ നടത്തുകയാണ് ആ സെയിം ടെസ്റ്റ് തന്നെ. അപ്പോ സെയിം ആയിട്ട് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹൈ റിലയബിലിറ്റി, ലോ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോ റിലയബിലിറ്റി. ദാറ്റ്സ് ഇറ്റ്, ഒന്നുമില്ല, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി. നമുക്ക് ആ സാമ്പാറിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പോട്ടോ. അപ്പോൾ അത് ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ഇത് ഓൾമോസ്റ്റ് കോംപ്ലക്സ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ സെയിം സാമ്പാറിന് ഇവിടെ വരികയാണ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി കേട്ടോ. ഇന്റർ റേറ്റർ ആ പേരിൽ തന്നെ ഉണ്ട്, ഇന്റർ റേറ്റർ അല്ലേ. അതായത് നേരെ എക്സാമ്പിളിലേക്ക് പോയോ. If one person says excellent and another says very bad, low inter-rater reliability. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി, അവിടെ രണ്ടാളുകളുണ്ട്, രണ്ടും മലയാളി ആയിക്കോട്ടെ, ഓക്കെ, രണ്ടും മലയാളികളുണ്ട്. ഒരാൾ പറഞ്ഞു അടിപൊളി സാമ്പാർ 9 to 10, മറ്റൊരാൾ പറഞ്ഞു വലിയ പോരാ 4 to 10. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ടെസ്റ്റ് തന്നെ രണ്ടാളുകള് റേറ്റ് ചെയ്തപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കോർ വന്നു. അതായത് സെയിം ടെസ്റ്റ്, അതായത് സെയിം സാമ്പാർ തന്നെ രണ്ടാളുകള് അതിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ, അതായത് രണ്ട് വ്യക്തികൾ സാമ്പാർ കഴിച്ചു, രണ്ട് റിസൾട്ട് വന്നു, ഒരാൾ 9 വന്നു, ഒരാൾ 4 വന്നു. അവിടെ കൺസിസ്റ്റൻസിയിൽ, ദാറ്റ് മീൻസ് അവിടെ ഇന്റർ റേറ്റർ റിലയബിലിറ്റി വഴി എന്താണ്, അതിന്റെ റിലയബിലിറ്റി കുറവാണ്. ഇനി അതേ സിറ്റുവേഷൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ സാമ്പാർ രണ്ടുപേർക്ക് കൊടുക്കുകയാണ്. ഒരാൾ പറയുന്നു അടിപൊളി സാമ്പാർ 9 out of 10, മറ്റൊരാൾ പറയുന്നു അടിപൊളി സാമ്പാർ 8 out of 10. ദാറ്റ് മീൻസ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി കൂടുതലാണ്, ആ മെഷർമെന്റ് ടൂളിന്റെ റിലയബിലിറ്റി കൂടുതലാണ്. മനസ്സിലായ കോൺസെപ്റ്റ്? ഈസിയാണ്. സംശയമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഐ വിൽ ബി ദർ അറ്റ് ദ ഗ്രൂപ്പ്, യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ, സാർ എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി ഇത് പറഞ്ഞു തരും, ഞാൻ വോയിസ് ആയിട്ട് അയച്ചുതരാം. ഐ വിൽ ബി ഫ്രീ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസിലോട്ട് വരാം. മെഷേഴ്സ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ഡിഫറെന്റ് ഒബ്സർവേഴ്സ് ഓർ റേറ്റേഴ്സ്. അതായത് ഒരു മെഷർമെന്റ് രണ്ട് ആളുകള് അതിനെന്ത് ചെയ്യാണ്, റേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇന്റർ റേറ്റർ റിലയബിലിറ്റി കൂടുതലാണ്. ഓക്കെ, എൻഷുർ ദാറ്റ് ഡിഫറെന്റ് ഇവാലുവേറ്റേഴ്സ് ഗിവ് സിമിലർ സ്കോർസ് അല്ലെ. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇവാലുവേറ്റേഴ്സ് സെയിം ആയിട്ടുള്ള സ്കോർ തരികയാണെന്നുണ്ടെങ്കിൽ that means it do have higher reliability. Reduces subjective bias in assessment അല്ലെ. അതായത് ഇവിടെ എന്താണ്, ഇപ്പോ നമ്മളിപ്പോ പറയാണ്, പിന്നെ ഒരു സാമ്പാർ കഴിച്ചിട്ട് ഒരു വ്യക്തി അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കിയ ആൾക്കൊരു തോന്നുന്നുണ്ടോ, ഇനി പുള്ളിക്കാരൻ വെറുതെ എന്നെ ഒന്ന് ഇതാക്കാൻ പറയാണോ, വെറുതെ ഒന്ന് എന്നെ തമാശയാക്കാൻ പറയാണോ, വേറൊരാൾക്കും കൂടി കൊടുത്തു നോക്കാന്ന് പറയും. അങ്ങനെ വേറൊരാൾക്ക് സാമ്പാർ കൊടുക്കും, പുള്ളിക്കാരൻ പറഞ്ഞ ടോപ്പാലോ അടിപൊളി സാമ്പാർ. ഇതിന്റെ അർത്ഥം എന്താണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ബയാസ് ഒഴിവാക്കാനും വേണ്ടി നമുക്ക് രണ്ടാളുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടാളുണ്ടോ അടിപൊളി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വ്യക്തി അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബയാസ്നെസ് മാതിരി ഇല്ല, നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ ആൾ സെയിം റിസൾട്ട് തരികയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ആൾ മോശം റിസൾട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ എന്താണ്, എന്തോ ഒരു ബയാസ് അവിടെ നടത്തിയിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? അതാണ് റെഡ്യൂസ് സബ്ജക്റ്റീവ് ബയാസ് ഇൻ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഹൈ അഗ്രിമെന്റ് അമംഗ് റേറ്റേഴ്സ് ഇൻഡിക്കേറ്റ്സ് ഹൈ റിലയബിലിറ്റി. ഒന്നുമില്ല, അതായത് രണ്ടാളുകളും സെയിം ആയിട്ട് സ്കോർ തരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഡു ഹാവ് ഹൈ റിലയബിലിറ്റി. ഓക്കെ, കോമൺലി യൂസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, സ്കോറിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇതുപോലെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിലും സ്കോറിംഗിലും ഇവാലുവേഷനിലും ഒക്കെയാണ് നമ്മളെ ഈ SLCന്റെ ഒക്കെ സമയത്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3 അധ്യാപകരുണ്ടാവും. അപ്പോൾ ഈ 3 അധ്യാപകരിലേക്ക് എന്ത് ചെയ്യും, ഈ പേപ്പർ ഇങ്ങനെ പാസ് ചെയ്യും. ആദ്യം ഒരു അധ്യാപകർ മാർക്കിടും, പുള്ളി രണ്ടാമത്തെ ആൾ ചെക്ക് ചെയ്യും, മൂന്നാമത്തെ ആൾ ചെക്ക് ചെയ്തിട്ട് അത് ഫൈനലൈസ് ചെയ്യും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ് 10th-ന്റെയും +2-ന്റെയും ഇവാലുവേഷൻ നടക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പറഞ്ഞൊരു ഓർമ്മ കേട്ടോ. ഇത് നമ്മൾ പറയാം ഇന്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറയും. സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഇതിലില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണത് പാരലൽ ഫോം റിലയബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിലോട്ട് വരാം. എന്താ സംഭവിക്കുന്നത്, ഇഫ് വൺ വേർഷൻ ടേസ്റ്റ് ഗുഡ് ആൻഡ് അതർ ടേസ്റ്റ് വെരി ഡിഫറെന്റ്, ലോ പാരലൽ ഫോം റിലയബിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്,
അതായത് ഈ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, രണ്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ്, സെയിം ഐറ്റംസ് കേട്ടോ, സെയിം ഐറ്റംസ് വെച്ചിട്ട് ഒരു വ്യത്യാസത്തിൽ നിങ്ങൾ രണ്ട് സാമ്പാർ വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സെയിം ഗ്രൂപ്പിലേക്ക് തന്നെ ഇപ്പം ആദ്യത്തെ സാമ്പാർ കൊടുക്കുകയാണ്. അവരിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടെന്ന് വിചാരിക്കാം. അവർ പറയാണ് ഈ സാമ്പാർ 9/10. രണ്ടാമത്തെ സാമ്പാർ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ സെയിം ഗ്രൂപ്പിലേക്ക് വീണ്ടും കൊടുക്കുകയാണ്. അവർ പറയാണ് എന്ത്, യാ ഇറ്റ് ഈസ് 8/10. അതിന്റെ അർത്ഥം എന്താണ്, പാരലൽ ഫോം റിലയബിലിറ്റി കൂടുതലാണെന്ന് അതിന്റെ അർത്ഥം. അതായത് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ടു ഈക്വലന്റ് ഫോം ഓഫ് ടെസ്റ്റ്. അതായത് ഈക്വൽ ഫോമിലുള്ള ടെസ്റ്റ് എന്താണ്, ഈക്വൽ ഫോമിൽ, അതായത് നമ്മളൊരു ടെസ്റ്റ് തന്നെ അതിന്റെ വേറൊരു വേർഷൻ, ടു ഈക്വലന്റ് ആയിട്ടുള്ള രണ്ട് ടെസ്റ്റുകൾ എന്താണ് സെയിം ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പന്റിലേക്ക് നമ്മൾ നടത്തുന്ന സമയത്ത്, അതായത് അതെന്തായിരിക്കും, സെയിം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, സെയിം ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും, ഒരു വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ രണ്ട് ടെസ്റ്റ് ആക്കിയിട്ട് അതിനെ വേർതിരിക്കും വെറുതെ. എന്ത് ചെയ്യും, നമ്മൾ ആ സെയിം ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ആ സെയിം ഗ്രൂപ്പ് തന്നെ പറയാണ് ആദ്യത്തെ ടെസ്റ്റും ഈ രണ്ടാമത്തെ ടെസ്റ്റും ഏകദേശം, അതായത് ആദ്യത്തെ ടെസ്റ്റിന് 9/10 ആണ്, രണ്ടാമത്തെ ടെസ്റ്റിന് 9/10 ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാരലൽ ഫോം റിലയബിലിറ്റി എന്താണ്, കൂടുതലാണെന്ന് അതിന്റെ അർത്ഥം. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് എന്ത് ഈ പറയുന്ന പാരലൽ ഫോം റിലയബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് വരാം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, സംഭവം ഇത് കേൾക്കണമെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും ഇതെന്ത് ലോജിക്കാണ്. പക്ഷെ ഈ കോൺസെപ്റ്റ്, ഈ പോയിന്റ്സുകൾ മനസ്സിലാക്കാനും വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രൗണ്ട് ലെവൽ എക്സാമ്പിൾ വെച്ചു. ഇപ്പൊ എനിക്ക് ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് വരും. ഇപ്പൊ ഞാൻ കറന്റ് PhD ആണ്. എനിക്ക് ഇതിന്റെ വേറെ ഒരുപാട് ഇപ്പോൾ ഈ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ എപ്പോഴും ആസ് എ ഫാക്കൽറ്റി ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ചിന്ത അനുസരിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഫെയിലർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ ക്ലാസ്സിൽ ചിലപ്പം എക്സ്ട്രാ ഓർഡിനറി ആളുകൾ ഉണ്ടാവും, തീരെ പഠിക്കാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് കോൺസെപ്റ്റ് കിട്ടാനാണ്. അല്ലാത്തവർക്ക് ഈ പോയിന്റ് ഇവിടെ കാണിക്കുന്നത്, അല്ലാത്തവർക്ക് എന്താണ് ഈ പോയിന്റുകൾ എടുത്ത് എഴുതാനും വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ദി എക്സാമ്പിൾസ് ഐ ആം ഗിവിംഗ്. ഇറ്റ്സ് ഓൾ അബൌട്ട് കീപ്പിംഗ് എ ബാലൻസ് ഇൻ ദ ക്ലാസ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ടു ഡിഫറെന്റ് വേർഷൻ ഓഫ് ദി സെയിം ടെസ്റ്റ് അല്ലെ, ഡിഫറെന്റ് വേർഷൻ എന്ത് ചെയ്യാണ്, സെയിം ടെസ്റ്റ് തന്നെ ഡിഫറെന്റ് വേർഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതെന്താണ് മെഷർ ചെയ്യുന്നത്, സെയിം കോൺസെപ്റ്റ് ഞാൻ മെഷർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ബോത്ത് ഫോംസ് ആർ അഡ്മിനിസ്ട്രേറ്റ് ടു ദി സെയിം ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പന്റ്. നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒരു സെയിം ഗ്രൂപ്പിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ പ്രധാനമായിട്ട് എന്താണ്, ടു ഈക്വലന്റ് ഫോം ഓഫ് ടെസ്റ്റ് നിർബന്ധം ചെയ്തത്, ടു ഈക്വലന്റ് ഫോം ഓഫ് ടെസ്റ്റ്. ഓക്കെ, പിന്നെന്താണ്, ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ സ്കോർസ് ഇൻഡിക്കേറ്റ്സ് ഹൈ റിലയബിലിറ്റി. അതായത് രണ്ട് റിസൾട്ടുകൾ എന്താണ് 9/10ഉം 8/10ഉം സാമ്പാറിന് കിട്ടണം. ദാറ്റ് മീൻസ് എന്താണ്, ഇറ്റ് ടു ഹാവ് ഹൈ റിലയബിലിറ്റി. റെഡ്യൂസസ് ദി എഫക്ട് ഓഫ് പ്രാക്ടീസ് ഓർ മെമ്മറി ഫ്രം റിപ്പീറ്റഡ് ടെക്സ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നിങ്ങൾ ഈ പറയുന്ന പാരലൽ ഫോം റിലയബിലിറ്റി എന്നൊരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഇതാണ് തേർഡ് ടൈപ്സ് ഓഫ് റിലയബിലിറ്റിയിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലയബിലിറ്റി, പാരലൽ ഫോം റിലയബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഓക്കെ, സ്പ്ലിറ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒന്നുമില്ല ഞാൻ പറയണ്ടല്ലോ, ഒരു മെഷർമെന്റ് ടൂൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാഫ് ആക്കാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ ഹാഫ് ഈ ഗ്രൂപ്പിലേക്ക് കൊടുക്കും, എന്നിട്ട് അത് മെഷർ ചെയ്യും. രണ്ടാമത്തെ ഹാഫ് എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിലേക്ക് കൊടുക്കും, സെയിം ഗ്രൂപ്പിലേക്ക്, എന്നിട്ട് അതും മെഷർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് പിന്നെ എന്താണ്, റിസർച്ചിലൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, 15 ആക്കും. എന്നിട്ട് ഈ 15 ആക്കിയിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെയിം ഗ്രൂപ്പിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ 15ഉം തമ്മിൽ കമ്പയർ ചെയ്യും. ഇതിന്റെ റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്, ആൾക്കാർ പറയുന്ന റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതൊക്കെ ടെക്നിക്കൽ ആട്ടോ, കുറച്ചും കൂടി മാത്തമാറ്റിക്സ് ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. നമുക്കിവിടെ
ഈ PLSM എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ഇക്വേഷൻ മോഡൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 15 ക്വസ്റ്റ്യന്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, ഈ 15ന്റെയും റിലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പിന്നെ ഔട്ടർ ലോഡിംഗ് ഒക്കെ ഉണ്ടാവും. ഔട്ടർ ലോഡിംഗ് എന്ന് പറയും. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ടെക്നിക്കലി പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഔട്ടർ ലോഡിംഗ് വെച്ചിട്ട് ഇപ്പൊ ഈ 15 ക്വസ്റ്റ്യന്റെ പിന്നെ 15 ഔട്ടർ ലോഡിംഗ് എടുക്കും. അതൊക്കെ 0.8 മോളാണെന്ന് നോക്കും. അതേപോലെ നെക്സ്റ്റ് 15 എടുക്കുമ്പോൾ അതിന്റെ ഔട്ടർ ലോഡിംഗ് 0.8 മോളാണെന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ടും അതിന്റെ റിലയബിലിറ്റി എന്താണ്, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ശരിയാണെന്ന് പറയും. ഇനി അങ്ങനെയല്ല, ഈ 15ന്റെ എല്ലാം 0.8ഉം ഈ 15ന്റെ എല്ലാം 0.6 0.5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 15 ക്വസ്റ്റ്യൻ എന്തില്ല, അവിടെ വാലിഡ് അല്ല എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ ടെക്നിക്കൽ റിസർച്ച് നമ്മൾ ചെയ്യാം. നിങ്ങൾ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ PhD ഒക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനായിട്ട് വേറെ സെഷൻ വെക്കാം. ദാറ്റ്സ് അനദർ സ്റ്റോറി. ഓക്കെ, പിന്നെ അപ്പൊ ഇതാണ് എന്ത്, ഈ ഒരു സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോകട്ടോ. മെഷേഴ്സ് ദി ഇന്റേണൽ കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റിന്റെ ഇന്റേണൽ കൺസിസ്റ്റൻസി, അതായത് നമുക്കിപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 ക്വസ്റ്റ്യൻ നമുക്ക് റിസർച്ചിൽ നമ്മൾ ആൾക്കാരോട് ചോദിക്കാൻ വേണ്ടി 30 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 30 ക്വസ്റ്റ്യനും എന്താണ്, തമ്മിൽ അതായത് അത് കൺസിസ്റ്റന്റ് ആണോ, ആ 30 ക്വസ്റ്റ്യൻസും കൺസിസ്റ്റന്റ് ആണോ, ഇനി അങ്ങനെയല്ല 15 കൺസിസ്റ്റന്റും 15 കൺസിസ്റ്റന്റ് ഇല്ലാത്ത രീതിയിലാണോ എന്നറിയാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്നുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, പിന്നെ എന്താണ്, എ സിംഗിൾ ടെസ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്. ഓക്കെ, അത് നമുക്ക് ഓർഡർ ഈവൺ ആ ഒരു ഐറ്റത്തിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മൾ ഹാഫ് ആക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നേരെ ഹാഫ് ആയിട്ട് വെട്ടുകയാണ്. റൈറ്റ്, ബോത്ത് ഹാഫ്സ് ആർ അഡ്മിനിസ്ട്രേഡ് ടു ദ സെയിം ഗ്രൂപ്പ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സെയിം ടൈമിലേക്ക് തന്നെ ഈ 2 ഹാഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ ദി 2 ഹാഫ്സ് ഇൻഡിക്കേറ്റ്സ് ഹൈ റിലയബിലിറ്റി. ഓക്കെ, രണ്ടിന്റെ റിസൾട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡു മീൻസ് ഇറ്റ് ഡു ഹാവ് ഹൈ റിലയബിലിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, എൻഷുവേഴ്സ് ദാറ്റ് ഓൾ പാർട്ട് ഓഫ് ദി ടെസ്റ്റ് ആർ മെഷറിംഗ് ദി സെയിം കൺസ്ട്രക്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന എല്ലാ പാർട്ടും എന്താണ്, സെയിം കൺസ്ട്രക്ട് തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഈ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും വളരെ ഇൻഡെപ്തിൽ മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് എന്നുള്ളത്. ഞാൻ നോട്ട്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ആരും നോട്ട്സ് മിസ് ഔട്ട് ആണെന്നെങ്കിൽ പ്രശ്നമില്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, PDF അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയും. ഓക്കെ, അപ്പോ ഇന്റേണൽ കൺസിസ്റ്റൻസി ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇന്റേണൽ കൺസിസ്റ്റൻസി? ഓക്കെ, ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് ഞാൻ എന്ത് ചെയ്യാം, വളരെ നല്ല രസമുള്ള ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാള് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ഓക്കെ, നമുക്ക് ആ പുള്ളിക്കാരന്റെ ഹാപ്പിനെസ് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. ഇതിന് നമുക്ക് എന്ത് പറയാം, കൺസ്ട്രക്ട് എന്നാ പറയാം കേട്ടോ. ഇതിനെ നമ്മൾ കൺസ്ട്രക്ട് എന്നാ പറയാം. ഓക്കെ, ഹാപ്പിനെസ് മെഷർ ചെയ്യാൻ വേണ്ടി ഞാനൊരു 4 ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിക്കാണ്, നിങ്ങൾ ഹാപ്പി ആണോ? പുള്ളിക്കാരൻ പറയുന്നു, അതെ ഞാൻ ഹാപ്പിയാണ്. രണ്ടാമത് ചോദിക്കുകയാണ്, നിങ്ങൾ ചിയർഫുൾ ആണോ? അപ്പോ ആ പുള്ളിക്കാരൻ പറയാണ്, അതെ ഞാൻ ചിയർഫുൾ ആണ്. മൂന്നാമത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അപ്പൊ പുള്ളിക്കാരൻ പറയുന്നു, അതെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നാലാമതൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ കരയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കും. ഓക്കെ, ഇന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നോ? പുള്ളിക്കാരൻ പറയും, ഇല്ലല്ലോ ഞാൻ ഇന്ന് കരഞ്ഞിട്ടില്ല. അതായത് ഹാപ്പിനെസ് മെഷർ ചെയ്യാനും വേണ്ടി ഹാപ്പിയും ഓക്കെയാണ്, ചിയർഫുൾ ഓക്കെയാണ്, എൻജോയിങ് ലൈഫ് ഓക്കെയാണ്. ക്രൈഡ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തല്ല, ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു കൺസ്ട്രക്റ്റിന്റെ കീഴിൽ വരാൻ പറ്റിയ ഒരു ഐറ്റം എന്തല്ല, ഐറ്റം അല്ല, നോ. ഓക്കെ, ബാക്കി 3 എന്താണ്, സെറ്റാണ്. ഇതിനാണ് നമ്മൾ പറയാ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് നമ്മുടെ മെഷർ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മെഷർ ചെയ്യുന്ന ടെസ്റ്റുകളുടെ
അതിന്റെ കൺസ്ട്രക്റ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ മെഷേഴ്സ് ഹൗ കൺസിസ്റ്റന്റ്ലി ഓൾ ഐറ്റംസ് ഇൻ എ ടെസ്റ്റ് മെഷർ ദി സെയിം കൺസ്ട്രക്ട്. ഓക്കെ, അതായത് ഹാപ്പിനെസ് എന്നുള്ള ഒരു കൺസ്ട്രക്റ്റിന്റെ കീഴിൽ ഈ പറയുന്ന മൂന്നെണ്ണം എന്താണ് കൃത്യമായിട്ട് അതിന് ഒരു റിസൾട്ട് തരുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു ഐറ്റം എന്ത് ചെയ്യുന്നില്ല, അതിന് റിസൾട്ട് തരുന്നില്ല. അപ്പൊ ഇതെന്തല്ല, ഇത് ഇന്റേണൽ കൺസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു ഐറ്റം ആണ്. അതിനപ്പോൾ ഒഴിവാക്കുക. ഈ 3 ഐറ്റം ആണ് ഇന്റേണൽ കൺസിസ്റ്റൻസി കൂട്ടുന്നത് ഹാപ്പിനെസ് എന്നുള്ള കൺസ്ട്രക്റ്റിന്. ഇതാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഒരു കൺസ്ട്രക്റ്റിന്റെ കീഴിലുള്ള ഐറ്റംസുകൾ എത്രത്തോളമാണ് ആ ഒരു കൺസ്ട്രക്റ്റിലേക്ക് ഉത്തരങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സംശയമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ensures that questions in a test are homogeneous and related. homogeneous എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേപോലെ. heterogeneous എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേപോലെ അല്ലാത്തത്. അപ്പൊ ഹോമോജീനിയസ് ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസ്. അതായത് ഹാപ്പിനെസിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഹാപ്പി ആണോ ചോദിക്കുക, ചീർഫുൾ ആണോ ചോദിക്കുക, നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക. പിന്നെ അതിന്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ കാര്യമാണോ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മൊത്തത്തിൽ ആ മൊത്തം നെഗറ്റീവ് ആയി കളഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്, അത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്തല്ല, അതുമായിട്ട് റിലേറ്റഡ് അല്ല, കണക്റ്റഡ് അല്ല, സിമിലർ അല്ല. അതിനെ നമ്മൾ ഒഴിവാക്കണം. ബാക്കി 3 അതിന്റെ ഇന്റേണൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ്. ഓക്കെ, ഹൈ ഇന്റേണൽ കൺസിസ്റ്റൻസി. അപ്പൊ 2 പോയിന്റ് നമ്മൾ അല്ലെ. ഹൈ ഇന്റേണൽ കൺസിസ്റ്റൻസി ഇൻഡിക്കേറ്റ് ദാറ്റ് ഓൾ ഐറ്റംസ് കോൺട്രിബ്യൂട്ട് ടു ദി ഓവറോൾ സ്കോർ അല്ലെ. അതായത് ഇവിടെ ഈ ക്രൈഡ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ഇന്റേണൽ കൺസിസ്റ്റൻസിന്റെ സ്കോർ ചിലപ്പോൾ 0.5 ആയിരിക്കും. ക്രൈഡ് ഒഴിവാക്കിയിട്ട് ഈ 3 മാത്രം വെച്ചപ്പോൾ അത് 0.9 ആയി, നിയർ ടു 1 ആയി. അതിന്റെ അർത്ഥം എന്താണ്, അതായത് ഹൈ ഇന്റേണൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, എല്ലാ ഐറ്റംസും ഈ 3 ഐറ്റംസും ഹാപ്പിനെസ് തന്നെയാണ് മെഷർ ചെയ്യുന്നതാണ്. ലോ ഇന്റേണൽ കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പിനെസിനെ മെഷർ ചെയ്യാത്ത രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഹൈ ഇന്റേണൽ കൺസിസ്റ്റൻസി. ഓൾ ഐറ്റംസ് കോൺട്രിബ്യൂട്ട് ടു ദി ഓവറോൾ സ്കോർ. ഓക്കെ, ഇത് നമ്മൾ ക്രോൺബാക്ക് ആൽഫ എന്നുള്ള ഒരു മെഷർമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നമ്മൾ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ വേണ്ട, ഞാൻ ആ സെമ്മിന്റെ സോഫ്റ്റ്വെയർ കാണിച്ചു തരാമാണെന്നുണ്ടെങ്കിൽ ക്രോൺബാക്ക് ആൽഫ എങ്ങനെയൊക്കെ ചെയ്യാം, ടെക്നിക്കലി എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇറ്റ് ഇംപ്രൂവ്സ് ദി റിലയബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ദ ടെസ്റ്റ് അല്ലെ. അതായത് നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, സിമിലർ ആയതുകൊണ്ട് തന്നെ അതിൽ വരുന്ന റിസൾട്ടും എന്തായിരിക്കും, നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇന്റേണൽ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലയബിലിറ്റിയിൽ വരുന്ന കുറച്ച് പോയിന്റ്സുകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഈ പറഞ്ഞ ഓരോ പോയിന്റുകൾ എഴുതി മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, ഇന്റർറേറ്റർ റിലയബിലിറ്റി, പാരലൽ ഫോം റിലയബിലിറ്റി, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി, ഇന്റേണൽ കൺസിസ്റ്റൻസി. സാമ്പാറിന്റെ എക്സാമ്പിളോ എങ്ങനെയെങ്കിലും സംഭവം പഠിക്കാനുള്ളതാണ്. നിങ്ങൾ സാമ്പാറിന്റെ എക്സാമ്പിൾ എടുത്തോ, ഇനി നിങ്ങൾ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്തോ, ഇറ്റ്സ് അപ് ടു യു. ബട്ട് ദ തിങ്സ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. കാര്യങ്ങൾ, കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ തെറോ ആയിരിക്കണം. അല്ലെങ്കിൽ എന്തില്ല, അവിടെ വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു മറന്നു നമ്മൾ, അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ റിലയബിലിറ്റി. എന്തെങ്കിലും കൊരിസ്പോ അല്ല കേട്ടോ, ഒരു കാര്യം കൂടി, എന്തെങ്കിലും ഡൗട്ട്സുകൾ. അതുപോലെ ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഞാൻ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് 5 to 10 മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ഞാൻ ഇതിന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് വിത്ത് എ വെരി സ്ട്രിക്ട് ടൈം ലൈൻ. അതുപോലെ തന്നെ വേറെ ഡിസ്കഷൻസ്, കാര്യങ്ങൾ, ഈ PDFs, PPT പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സോ യു ഷുഡ് ജോയിൻ ടു ദി should join to the WhatsApp group and be part of our team. That's it. Okay, so നമുക്ക് നെക്സ്റ്റ് വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ.